ഇന്ന് വേറൊരു മീനുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ മീനിൻ്റെ പേരാണ് അയലാപ്പാര. ഇത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തോണിന്ന് മീൻ കിട്ടും കേട്ടോ. ചെമ്മീൻ, കരിമീൻ, ഞണ്ട് ഇതെല്ലാം ജീവനോടെ കിട്ടും, ഫ്രഷായിട്ട് കിട്ടും. തോണിന്ന് മീൻ കിട്ടും. ഇത് വാങ്ങിയപ്പം ജീവനൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞതാ, ഇവിടെ ഞങ്ങൾക്ക് ഫ്രഷായിട്ട് മീൻ കിട്ടും. നല്ല മഞ്ഞ കളറിലെ വാലാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഫ്രഷാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെയുള്ള രണ്ടെണ്ണം നമ്മൾ അയലയാണ്, ഇത് അയലാപ്പാര. അപ്പോൾ ഇതിൻ്റെ സൈഡ് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തൊലി പൊളിച്ച് കളയണം. മാക്സിമം മീനിൻ്റെ തൊലി എല്ലാം ഞാൻ പൊളിച്ച് കളയും കേട്ടോ. ഇതിൻ്റെ തലയേരെ താഴ്ത്തി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ തൊലി പൊളിച്ചെടുക്കാൻ ഈസി ആയിട്ട് വരും. അത് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേളിൽ നിന്ന് വലിച്ച് കളഞ്ഞാൽ മതി, ഈസി ആയിട്ട് വരും. അല്ലെങ്കിൽ ഇത് കഴിക്കാൻ കൊള്ളത്തില്ല. തൊലി പൊളിക്കാതെ കറി വെച്ചാൽ ഇത് കഴിക്കാൻ കൊള്ളുന്ന മീനല്ല. കണ്ടു, ഇതിൻ്റെ താഴ്ഭാഗത്ത് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ട്. അപ്പോൾ ഇത് തൊലി പൊളിച്ച് കളയണം. ഉണ്ട്, ഇതിനകത്ത് പഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു കേട്ടോ, അതാ വീഡിയോ എടുത്തത്. ഉണ്ടോ, നേരം കട്ട് ചെയ്തെടുക്കുന്നത്. വാല് കുറച്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇന്ന് പൂച്ച വന്നിട്ടില്ല കേട്ടോ, മഴയല്ലേ, നല്ല മഴയാണ്. കഴുകി ഫ്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും അകത്ത് പോയി വീണ്ടും കഴുകിയിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, ലേശം വെളിച്ചെണ്ണ, എന്നിട്ട് പുരട്ടി അരമണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ട് അയലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസും കളയണ്ട, എണ്ണയും കളയണ്ടല്ലോ. വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന്. വറുത്തെടുത്തിട്ടുണ്ടേ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ, അയല പോലെയാണ് ഏകദേശം. ഇനി നമുക്ക് സെർവ് ചെയ്യാം, മൂപ്പർക്ക് കൊടുക്കാം. സ്ലോ മോഷനിലെടുത്തതാണ്. ഇത് ഫുള്ളും കഴിക്കത്തില്ല, പകുതി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പകുതി രാത്രിയിലത്തേക്ക് മാറ്റി വയ്ക്കും. ഇഷ്ടമായിട്ടുണ്ടേ. സൂപ്പർ മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഓക്കെ, എന്നാൽ ബൈ.